+1 എക്സാം എഴുതി ഒരു കുട്ടി പോലും റിസൾട്ട് വരുന്ന സമയത്ത് തോൽക്കില്ല. ഇത് സത്യം സത്യം സത്യം. ഞാൻ വെറുതെ നിങ്ങളെ പൊട്ടന്മാരാക്കാനോ ഒന്ന് മോട്ടറാക്കാനോ വെറുതെ വ്യൂസിന് വേണ്ടി പറയുന്നൊന്നുമല്ല. ഇതാണ് റിയാലിറ്റി. അപ്പോൾ എന്താ നിങ്ങൾ സ്കൂളിൽ നിന്ന് കേട്ടെ, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ട് എന്താ +1 പാസ്സാവാൻ 18 മാർക്ക് വേണം, അല്ലെങ്കിൽ അത്ര വാങ്ങിയിട്ടില്ല നിങ്ങൾ തോറ്റു പോകുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെയൊന്നും ഇല്ലടാ. ഞാൻ പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ഒരു 5 മിനിറ്റ്സോളം ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും. മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 എക്സാം റിസൾട്ടിനെ കുറിച്ച് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ പമ്പ കിടക്കും. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. മുഴുവൻ കണ്ടു നോക്കുക കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതിനെക്കുറിച്ച് ധാരണ കിട്ടും. സോ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പം നമുക്ക് +1 ഫെയിലർ ഇല്ല എന്ന് പറയുന്നത് സത്യമാണ്. ഇറ്റ്സ് എ ട്രൂ ന്യൂസ്. ഈസ് ഇറ്റ് ട്രൂത്ത്? ഇറ്റ്സ് ട്രൂ. സോ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്? അപ്പോൾ നമുക്ക് അതിൻ്റെ മാർക്കിംഗ് സ്കീം ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് പറയാം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോ അല്ലെങ്കിൽ CS, മാത്സ്, ഇത്രയും സബ്ജക്റ്റുകളിലെ ലാബുകളുണ്ടല്ലോ. അപ്പോൾ ആ ലാബുകളിലെ സബ്ജക്റ്റ് +1 നിങ്ങൾ എക്സാം എഴുതിയ സമയത്ത് 20 മാർക്ക് നമ്മളെ ടീച്ചേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോൾ ചില കുട്ടികൾക്ക് വികൃതി കാരണം ഒരു 19 18 ആയിട്ടുണ്ടാവും. പോട്ടെ, C20 നിങ്ങൾ എഴുതിയ തിയറി എക്സാം എത്ര ആയിരുന്നു? 60 മാർക്കിലാണ്. അതിൽ എത്ര കിട്ടുന്നുള്ളൂ? റെഡി. ഇനി അടുത്തത് +2 നിങ്ങൾ അതേപോലെ തന്നെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിൽ എത്രയാ? 20 മാർക്കാണ്. അതിൻ്റെ തിയറി മാർക്ക് എത്രയാണ്? 60 മാർക്കാണ്. അപ്പോഴല്ലേ ലാബ് എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് വരുന്നത്. അപ്പം ലാബിന് ഒരു 40 മാർക്ക് ഉണ്ട്. അത് +2 എക്സാമിൻ്റെ കൂടെ ആയിരിക്കും. അങ്ങനെയാണ് ടോട്ടൽ ഒരു സബ്ജക്റ്റിന് 200 മാർക്ക് കേട്ടോ. ലാബുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ ഇങ്ങനെയാണ്. ഇനി ലാബ് ഇല്ലാത്ത 2 സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാ? ഇംഗ്ലീഷും അതേപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജും. അതിൻ്റെ കേസിൽ +1 C20 മാർക്ക്, തിയറി 80 മാർക്ക്. സെക്കൻഡ് ഇയറിൽ C20 മാർക്ക്, തിയറി 80 മാർക്ക്. അപ്പോൾ അതും ടോട്ടൽ 200. ഇതെങ്ങനെ സാർ പാസ്സാവുന്നേ? വെയിറ്റ്, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നോക്കിക്കേ. അപ്പോൾ ടോട്ടൽ +1ഉം +2ഉം 2 ഇയർ പ്രോഗ്രാമാണ്. നിങ്ങൾക്കറിയാലോ, ടോട്ടൽ 1200 നമ്മളെ മാർക്ക്. അതായത് +2 സർട്ടിഫിക്കറ്റിൽ ടോട്ടൽ മാർക്ക് 1200 ഉണ്ടാവുക. അപ്പോൾ അതിൽ +1 മാർക്ക് എത്രയാ? +1 6 സബ്ജക്റ്റിൻ്റെ 20 കൂട്ടി കഴിഞ്ഞാൽ 120. ആൻഡ് 6 സബ്ജക്റ്റിൻ്റെ തിയറി കൂട്ടി കഴിഞ്ഞാൽ അത് 400. അപ്പോൾ ടോട്ടൽ എത്രയാ? ടോട്ടൽ 520. സാർ ഇങ്ങനെ കണക്കൂട്ടി പഠിപ്പിക്കുക. വെയിറ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെ +2 ഇതും 2 Cയും തിയറിയും അതേപോലെ തന്നെ +1 അതേ ഫോട്ടോ കോപ്പി ആയിട്ട് 520 ഉണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ആരുണ്ട്? 4 സബ്ജക്റ്റിൻ്റെ ലാബിൻ്റെ 160 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കിക്കുക. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് 1200 കിട്ടും. ഇതൊക്കെ അല്ലേ? ഇത്രയും മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പാസ്സാവാനുള്ള കണ്ടീഷൻ എന്താ? ആരെ ഈ പാസ് നിങ്ങളോട് +1 പറഞ്ഞിരിക്കുന്നത്? എടാ, അങ്ങനെ +1 കൃത്യമായിട്ടൊരു പാസ് എന്ന സാധനമൊന്നുമില്ല. നിങ്ങൾ കേട്ട +1 പാസ്സാവാൻ 18, +2 പാസ്സാവാൻ 18, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഇതാണ് ആ കണ്ടീഷൻ. 30% മാർക്ക്, 30% ഇൻ തിയറി. ആ തിയറി +1 വേണമെന്നും +2 വേണമെന്നും അങ്ങനെയൊന്നുമില്ല. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് 30% മതി. ഇതാണ് ആക്ച്വലി നിങ്ങൾക്കുള്ള ഗോൾഡൻ ചാൻസ്. ഇത് ആക്ച്വലി നിങ്ങളെ സംബന്ധിച്ചോളം വളരെ വലിയ ബെനിഫിറ്റാണ്. കാരണം എന്താ അറിയോ? ഈ 30% ഇൻ +1 ആൻഡ് +2 എന്ന് പറഞ്ഞാൽ കമ്പൈൻഡാ. അങ്ങനെയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ അല്ലെങ്കിൽ CS, മാത്സ് ഇതിൻ്റെ മാർക്ക് എത്രയായിരുന്നു? ഫസ്റ്റ് ഇയറിൽ 60 മാർക്ക്, സെക്കൻഡ് ഇയറിൽ 60 മാർക്ക് തിയറി. അപ്പോൾ അതിൻ്റെ 30% എന്ന് പറഞ്ഞാൽ 36 മാർക്ക് മതി. 36 മാർക്ക് നമുക്ക് +1 +2 തിയറിയിൽ കിട്ടിയാൽ മതി. അത് പ്രത്യേകിച്ച് +1 ഇത്ര മാർക്ക്, അതിൻ്റെ പകുതി 18 കിട്ടണം, +2 18 കിട്ടണം, അല്ലെ തോറ്റു പോകുന്നൊന്നുമില്ല. 2 വർഷം കൂടി കിട്ടിയാൽ മതി എന്നാണ് കണക്ക്. ഇനി മറ്റൊന്ന് എന്താ അറിയോ? ഫിസിക്സിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നോക്കിയോ. ഫിസിക്സ് +1 നിങ്ങൾക്ക് എന്താണ്? CE20 മാർക്ക് കിട്ടി. നിങ്ങൾ തിയറി എഴുതി വാങ്ങി, അത്ര പഠിക്കാത്തതുകൊണ്ട് നല്ല പെർഫോമൻസ് ആയിട്ട് 16 മാർക്ക് വാങ്ങി. ടോട്ടൽ 36 മാർക്ക് അല്ലേ? അപ്പോൾ പല ആൾക്കാരും വിചാരിക്കും, അയ്യോ 18 മാർക്കില്ലല്ലോ, തോറ്റു പോകുന്നു. എടാ, അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. +1 റിസൾട്ട് വരുമ്പം ഗ്രേഡ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. ഗ്രേഡ് ഇല്ല. ഗ്രേഡ് +2ൻ്റെ മാർക്ക് കൂട്ടി ടോട്ടൽ 200 ഗ്രേഡ് കാണിക്കുള്ളൂ. അപ്പോൾ +1 റിസൾട്ട് വരുമ്പോൾ ഫിസിക്സിന് ഗ്രേഡ് ഉണ്ടാവില്ല. തോറ്റുന്നോ ജയിച്ചെന്നോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ജയിക്കൂല, അത് വേറെ കാര്യം. ജയിച്ചിട്ടില്ല, തോറ്റിട്ടില്ല. ഓക്കെ. ഇനി +2 നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം ജയിക്കാൻ? ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അത്യാവശ്യം പഠിച്ചോ, നിങ്ങൾ അത്യാവശ്യം നല്ല കുട്ടികളായതുകൊണ്ട് CE20 മാർക്ക് കിട്ടി. പ്രാക്ടിക്കൽ നിങ്ങൾ 40 40 വാങ്ങി. അപ്പം നിങ്ങൾക്ക് ഇനി പാസ്സായോ? നിങ്ങൾ ശരിക്കും
പാസ്സാവണമെങ്കിൽ കണ്ടീഷൻ എന്താ? ഇവിടെ നിങ്ങൾ 16 വാങ്ങിയേ. ഫിസിക്സിന് എത്ര വേണമായിരുന്നു? ഫിസിക്സിന് നമുക്ക് എത്ര വേണം? ഫിസിക്സിന് 36 മാർക്ക് വേണം 2 വർഷം കൂടി കൂട്ടിയിട്ട്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഈ സി ഒക്കെ എടുത്താൽ പോരെ, ഈ CE 20 അതൊക്കെ എടുത്താൽ പോരെ. പറ്റൂല, അതൊന്നും നോക്കൂല കേട്ടോ. അതായത് പാസ്സാവാൻ വേണ്ടി CE മാർക്കുകളൊന്നും നോക്കൂല, പ്രാക്ടിക്കലിലെ മാർക്കും നോക്കൂല. ആകെ നോക്കുക +1ന്റെ 16. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ 16 അല്ലേ തിയറി മാർക്ക്, അതിൻ്റെ കൂടെ +2ന്റെ തിയറി മാർക്കും കൂടി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എത്ര വേണം? ടോട്ടൽ വേണ്ടത് 36, അത് +1 നിങ്ങൾ മൈനസ് ചെയ്തേ 16. അപ്പം എത്ര കിട്ടും? 20. അപ്പം 20 മാർക്കെങ്കിലും നിങ്ങൾ ഇവിടെ വാങ്ങണം. 20 മാർക്കിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾ തോറ്റു എന്ന് വിചാരിക്കാം. കാരണം എന്താ? 16 + 19 ആണെങ്കിൽ 35 ആവുള്ളൂ, തോറ്റുപോയി. എന്നാൽ 16 + 20 ഓർ 20ൻ്റെ എത്രയാണോ കൂടുതൽ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളെ ടോട്ടൽ ഇവിടെ കൂട്ടിയിട്ട് കിട്ടുക. ലോജിക്ക് കിട്ടിയല്ലോ? അതിൻ്റെ ഗ്രേഡ് ആയിരിക്കും ഇവിടെ നമുക്ക് കാണിക്കുക. ലോജിക്ക് കിട്ടിയല്ലോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വെറുതെ ചുമ്മാ പറഞ്ഞതല്ല, +1 വരുമ്പോൾ നിങ്ങൾ ഗ്രേഡ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ തോറ്റിട്ടുമില്ല ജയിച്ചിട്ടും ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? +1 വളരെ കുറച്ച് മാർക്കാണ് നിങ്ങൾ തിയറി മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ, 16 അല്ലെങ്കിൽ 10 0 വാങ്ങി നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. 0 വാങ്ങിയാലും +2 പോയിട്ട് അതൊരു 36 നേരെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? നിങ്ങൾ പാസ്സായി, അത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു കാര്യം കൂടി, പാസ്സാവാൻ CE നോക്കില്ല, പ്രാക്ടിക്കൽ മാർക്കും നോക്കില്ല. മറ്റൊരു കാര്യം, എന്താണ് ഈ ഡബിൾ പാസ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാവും. പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, സാർ ഈ ഡബിൾ പാസ് എന്താണെന്ന്. അതായത് ടോട്ടൽ വേണ്ടത് 36 അല്ലേ, ആ 36 ഒറ്റയടിക്ക് +1 തന്നെ വാങ്ങി. അതായത് +1 നിങ്ങൾ 16 വരെ ഒറ്റയടിക്ക് 36 അതിൻ്റെ മുകളിലോ 36 അതിൻ്റെ മുകളിൽ എത്ര മാർക്ക് വാങ്ങിയാലും നിങ്ങൾക്ക് 2 വർഷം കൂടി വേണ്ട 36 നിങ്ങൾ ഓൾറെഡി +1 വാങ്ങിയില്ലേ, അതിനാണ് ഡബിൾ പാസ് എന്ന് പറയാം. അപ്പോൾ +1 ഡബിൾ പാസ് എന്ന് പറയാൻ മിനിമം നിങ്ങൾക്ക് എത്ര വേണം? 36 എങ്കിലും വേണം. 36 മുകളിൽ എത്ര കിട്ടിയാലും ബേസിക്കലി നിങ്ങൾ ഡബിൾ പാസ്സാണ്. അങ്ങനെയാണെങ്കിൽ +2 നിങ്ങൾ തിയറിയുടെ മാർക്കൊന്നും വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ പാസ്സായി എന്നർത്ഥം. ഇനി ലാംഗ്വേജ് സബ്ജക്ട്സിനാണെങ്കിൽ ഇതാണ് മാർക്ക്, ജസ്റ്റ് കാണിച്ചു തരാം. ഇംഗ്ലീഷിന് ലാംഗ്വേജസിനും 48 വേണ്ടത് ഔട്ട് ഓഫ് 160. അവിടെ ലാബ് ഇല്ലാത്തതുകൊണ്ട് 160ൽ 48 വേണം. 2 വർഷം കൂടി വാങ്ങിയാൽ മതി. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ +1 ഇംഗ്ലീഷിന് നിങ്ങൾ 20 മാർക്ക് ലാബ് വാങ്ങി, CE വാങ്ങി, തിയറി 30 മാർക്കേ വാങ്ങിയുള്ളൂ. നിങ്ങൾ ഡബിൾ പാസ്സായോ? ഇല്ല. ഡബിൾ പാസ് എത്രയാ? ഇവിടെ ഡബിൾ പാസിന് 48 കേട്ടോ. 48 ഡബിൾ പാസിന് വേണ്ടത്. അപ്പോൾ ഇനി +2 പാസ്സാവാൻ നിങ്ങൾ എത്ര എഴുതി വാങ്ങണം? അത് നിങ്ങൾ ഈ ലാബൊക്കെ വാങ്ങിയിട്ട് ഈ CE വാങ്ങിയിട്ട് കാര്യമുണ്ടോ? പാസ്സാവാൻ CE നോക്കൂല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ്? 48ൽ നിന്ന് ഈ 30 അങ്ങ് കുറച്ചേ. അപ്പോൾ 18 മാർക്കെങ്കിലും നിങ്ങൾ എന്ത് വാങ്ങണം? +2 എഴുതി വാങ്ങിയാൽ മതി, നിങ്ങൾ പാസ്സാവും. 18ന് മുകളിൽ വാങ്ങിയാൽ അത് ടോട്ടലായിട്ട് കൂട്ടിയിട്ട് ഇവിടെ വരും, അതാണ് ഗ്രേഡായിട്ട് വരിക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങൾ +1 തോൽക്കില്ല. അതുകൊണ്ട് +2 നിങ്ങളൊന്ന് സീരിയസ് ആയി പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങളെ ഗ്രേഡ് കൂടുകയുള്ളൂ. സോ ബി ഹാപ്പി, ടെൻഷൻ അടിക്കേണ്ട, വേഗം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ന്യൂസ് ആയിരിക്കും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ. ടെൻഷൻ അടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഹാപ്പി ഫീലിംഗ് വരട്ടെ.